ഹരേ കൃഷ്ണ. ആത്മീയ യാത്രകളിൽ ഇടയ്ക്ക് വീണ് കിട്ടുന്ന നിമിഷങ്ങളാണിത്. എന്തായാലും ഇത് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് ഒരു മഹനീയമായ സ്ഥലത്തേക്കാണ്. ഗോപാല ഭട്ടഗോസ്വാമിയുടെ ജന്മസ്ഥലത്തേക്കാണ്. ഇത് ശ്രീരംഗത്ത് കൊല്ലിടം കാരൈ റോട്ടിലെ മെല്ലൂർ എന്ന് പറയും. അവിടെയാണ് ഇത് നിലനിൽക്കുന്നത്. ഗോപാല ഭട്ടഗോസ്വാമിയുടെ ആവിർഭാവ ദിവസമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അവിടെ അതിൻ്റെ ആഘോഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1503 ഗോപാല ഭട്ടഗോസ്വാമിയുടെ ജനനം. വൈഷ്ണവ പരമ്പരയിലുള്ള ഗോസ്വാമിമാരിൽ ഒരാളാണ് ഗോപാല ഭട്ടഗോസ്വാമി. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗം സന്ദർശിച്ചപ്പോൾ ഗോപാല ഭട്ടഗോസ്വാമിക്ക് അന്ന് 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 4 മാസം ഭഗവാനെ പരിചരിച്ചപ്പോൾ ഒപ്പം പോകുവാൻ തയ്യാറായി. എന്നാൽ ഇപ്പോൾ അച്ഛനായ വെങ്കട്ടഭട്ടയെയും അമ്മയെയും പരിചരിക്കുവാൻ പറയുകയാണ് ഉണ്ടായത്. താൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന ദർശനവും ഗോപാല ഭട്ടഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭു കാണിക്കുകയും ഉണ്ടായി. അച്ഛനമ്മമാരുടെ വിയോഗത്തിന് ശേഷം ഗോപാല ഭട്ടഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ഗണ്ഡകി നദിയിൽ നിന്ന് സാളഗ്രാമം കിട്ടുകയും അത് വെച്ച് ആരാധിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ഭഗവാനെ അലങ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചപ്പോൾ ഭഗവാൻ രാധാരമണനായി ത്രിഭംഗ രൂപത്തിൽ ദർശനഭാഗ്യം കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ജീവിതകാലം മുഴുവൻ രാധാരമൺജിയെ സേവിച്ച് ആജീവനാന്തം ബ്രഹ്മചാരിയായി മാറി. വൃന്ദാവനത്തിലെ രാധാരമൺ ക്ഷേത്രത്തിൽ തന്നെയാണ് ഗോപാല ഭട്ടഗോസ്വാമിയുടെ സമാധി സ്ഥലവും. ഇവിടെ നമുക്ക് പുഷ്പാഭിഷേകത്തിനുള്ള പൂക്കളൊക്കെ തയ്യാറാക്കുന്നത് കാണാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. ഇവിടെ ഗോപാല ഭട്ടഗോസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ രാധാരമൺജിയുടെയും ഫോട്ടോ നമുക്ക് കാണാം. ഒരുപാട് ഭക്തന്മാർ കേരളത്തിൽ നിന്ന് എത്താറുണ്ട്. ഒരിക്കൽ എത്തിയാൽ നമുക്ക് വീണ്ടും എത്തുവാൻ തോന്നും ഇന്നേ ദിവസം. അത്രയ്ക്കും വിപുലമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് ഭക്തന്മാർ പല ദേശങ്ങളിൽ നിന്നും എത്തിപ്പെടാറുണ്ട്. ഇതിൻ്റെ തലേ ദിവസം തന്നെ തുടങ്ങും ഇവിടെ കീർത്തനങ്ങളും പ്രസാദങ്ങളുമായിട്ട്. രാവിലത്തെ പ്രസാദം കഴിക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് ഈ ഒരു അന്തരീക്ഷം, ഈ പ്രകൃതി അതിഗംഭീരം തന്നെയാണ്. വിശാലമായ ഈ സ്ഥലത്ത് ഇരുന്ന് ആ പ്രസാദം കഴിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഭക്തന്മാർക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഇതെല്ലാം നോക്കി നടത്തുന്ന ജയ് ഗൗരവ് ചന്ദ്രപ്രഭുവിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഭട്ടഗോസ്വാമി പാദ്കി ജയ്. ഇത് ശ്രീരംഗത്തിലുള്ള ഗോപാൽ ഭട്ടഗോസ്വാമിയുടെ ബർത്ത് പ്ലേസ് ആണ്. ഇതിന് ശാസ്ത്രത്തിൽ ഉള്ള ഒരു പ്രമാണം, പഴയകാലത്ത് നമ്മളെ ഈ സ്ഥലത്തിന് പേര് ബേളംകുടി ഗ്രാമം എന്നൊക്കെ പേരുണ്ട് ഇതിന്. ആ ബേളംകുടി ഗ്രാമം എന്നുള്ള ഗ്രാമത്തിനെ കുറിച്ച് ഭക്തി രത്നാകർ എന്നുള്ള ബുക്കുകളൊക്കെ പറയുന്നുണ്ട്. ശ്രീരംഗത്ത് നിന്ന് അടുത്തുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമമാണിത്. ഇവിടെയാണ് ഗോപാൽ ഭട്ടഗോസ്വാമി ജനിച്ച സ്ഥലം. ഗോപാൽ ഭട്ടഗോസ്വാമിയുടെ അമ്മയുടെ പേരാണ് ശതാംബ പറഞ്ഞിട്ട്, അവരുടെ അച്ഛൻ്റെ പേര് വേങ്കടഭട്ട. ഇവിടെ ഗോപാൽ ഭട്ടഗോസ്വാമിയുടെ വിഗ്രഹം ഉണ്ട്. ഇവിടെ രാധാരമൺ ടെമ്പിളിലെ ഡിവോട്ടീസ് പുണ്ടരീക് ഗോസ്വാമി മഹാരാജ് അവരെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്യപ്പെട്ട നമ്മളെ ഗോപാൽ ഭട്ടഗോസ്വാമിയുടെ വിഗ്രഹം ഉണ്ട്.
സോ ഇവിടെ എവറി ഇയർ ഗോപാൽ ഭട്ട ഗോസ്വാമിൻ്റെ അപ്പിയറൻസ് ഡേ, അതായത് ആവിർഭാവ ദിവസം, ആവിർഭാവ ദിവസം 2 സമയത്ത് ഇവിടെ അഭിഷേകം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പിയറൻസ് ഡേ ജനറലായിട്ട് ജനുവരിയിൽ വസന്ത പഞ്ചമി കഴിഞ്ഞ് അതിൻ്റെ അടുത്തതിൽ വരും ആവിർഭാവ ദിവസം. ഡിസപ്പിയറൻസ് ഡേ ജൂൺ ജൂലൈ അങ്ങനെ 2 സമയത്തിൽ വരും. അപ്പോൾ ഇവിടെ നമ്മളെ ഇസ്കോണിലുള്ള എല്ലാ ഭക്തന്മാര്, സന്യാസികൾ, മഹാരാജ് എല്ലാവരും വന്ന് ഇവിടെ അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ജയ് ഗൗരാജ് ചന്ദ്ര പ്രഭുവിൻ്റെ നാട് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്താണ്. അമ്മ നളിനി ദേവിക്ക് ദേവിദാസി. അപ്പോൾ ഇവരാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പോൾ നമുക്ക് ശ്രീരംഗം യാത്രകളിൽ നമുക്കിപ്പോൾ റൂം, പ്രസാദം, ഗൈഡ് ഒക്കെ ആയിട്ട് ഈ പ്രഭുവിനെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോൺ നമ്പർ 90 42 46 46 47. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് നോട്ട് ചെയ്തോളൂ കേട്ടോ. Now I will be taking the name of each acharya, our ishta, and you all will say Hari Bol. Hari Bol. Hari Bol. I will take the names. Pandit ji, Pandit ji, Pandit ji, Uttam Pandit ji, Sangat Thakur ji, Kafi Mishra ji. ഇത് അത്യപൂർവമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ പ്രസാദം ഗുരുപരമ്പരയിലുള്ള എല്ലാ ആചാര്യന്മാർക്കും സമർപ്പിക്കുന്നതാണിത്. അതിനുശേഷം ഭക്തർക്ക് അത് വിതരണം ചെയ്യുന്നു. ഈ മഹാപ്രസാദം കഴിക്കുക. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരുന്നു ഇത്. ഇങ്ങനെയൊക്കെ ഭഗവാന് സമർപ്പിച്ചും ഗുരുസ്മരണയിൽ നമുക്കും വീട്ടിൽ ആചരിക്കാം. ഇത് ശരീരത്തിനും മനസ്സിനും ബുദ്ധിയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണിത്. ഭഗവാന്റെ ഭക്തന്മാരെ സേവിച്ചാലാണ് ഭഗവാൻ തൃപ്തനാവുക. അങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് ഗോപാല ഭട്ടഗോസ്വാമി ആരാധിച്ച ക്ഷേത്രവും വിഗ്രഹവും നോക്കി നടത്തുന്നത് അവരുടെ പിൻഗാമികളാണ്. ഇപ്പോൾ പുണ്ടരീക് മഹാരാജാവാണ് അവിടെ അതെല്ലാം നോക്കി നടത്തുന്നത്. അവരുടെ പത്നി രേണുകാമയ്യയാണ് ഇവിടെയുള്ള ഈ കർമ്മങ്ങൾക്കൊക്കെ നിർവഹിക്കാൻ വന്നിരിക്കുന്നത്. അവർ ഒരുപാട് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. വൃന്ദാവനത്തിലെ നിമായി പാഠശാല, ഭഗവത്ഗീത പഠനങ്ങളാണ്, ഭാഗവതം പഠനങ്ങളാണ്. നമ്മുടെ വരും തലമുറകൾക്ക് പ്രചോദനമാണ് ഈ രേണുകാമയ്യ.
Govinda Jai Jai, Gopala Jai Jai. വൈഷ്ണവ കലണ്ടർ പ്രകാരം നമുക്ക് ഗോപാലഭട്ടഗോസ്വാമിയുടെ ആവിർഭാവം എന്നാണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇവിടെ എത്തിയാൽ നമുക്കിതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ് കാവേരി ഒഴുകുന്നത്. കാവേരി സ്നാനവും ചെയ്യാം. അങ്ങനെ എല്ലാവരും ഈ മഹാപ്രസാദം സേവിക്കാൻ ആഗ്രഹിച്ചോളൂ. ഭഗവാനും ഗുരുജനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കും നിങ്ങളെയും. ഹരേ കൃഷ്ണ. Gopala 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 Gopala